ഹായ് ഹലോ, ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുവാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. ഇന്നാണ് എനിക്ക് ആ ഒരു ടൈം കിട്ടിയിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഈ ബേക്കിംഗ് ഫീൽഡിലോട്ട് വന്നത്, എങ്ങനെ ഞാൻ ഈ കേക്കൊക്കെ ചെയ്യുന്നത് പഠിച്ച്, അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും നമ്മുടെ കോവിഡ് ടൈമിലെ ആ സമയത്താണ് ഈ ബേക്കിംഗ് തുടങ്ങുന്നത്. ബേക്കിങ്ങായിട്ട് തുടങ്ങിയതല്ല, എല്ലാവരെയും പോലെ നമ്മുടെ ആ സമയത്ത് കുറേ പരീക്ഷണങ്ങളൊക്കെ എല്ലാവരും ചെയ്യുമല്ലോ ഫുഡ്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഞാൻ ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. വെറുതെ തട്ടിക്കൂട്ടി. അന്ന് എനിക്ക് ജോലിയൊന്നും ഇല്ല ശരിക്കും. കോവിഡ് സമയമായപ്പോഴത്തേക്ക് ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴെനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ കോവിഡ് ആയതിനു ശേഷം എനിക്ക് സാലറിയും കാര്യങ്ങളൊന്നും വരില്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കണം. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച്. ഒരുപാട് വഴക്ക് കേട്ട അമ്മ പറയും, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് നീ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് പൈസ കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാനങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ കേക്ക് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു ടേസ്റ്റൊക്കെ തോന്നി. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ആൻറ്റിയുണ്ട്, ആ ആൻറ്റിക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആൻറ്റിക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മേടിച്ച് കുറച്ച് സാധനങ്ങളുണ്ട്, അത് വെച്ചിട്ട് 1-2 കേക്ക് കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ചെയ്തു. പിന്നെ അതങ്ങോട്ട് റെഡി ആയിട്ടില്ല. ബ്ലാക്കിൻ്റെ അത്ര റെഡി ആയില്ലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അത് ചെയ്തു. കാരണം അത് റെഡി ആവുന്നത് വരെ വെറുതെ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. ചെറിയ പീസ് 1/2 kg ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. വീട്ടിലെ സാധനങ്ങളെല്ലാം വെച്ചിട്ട്. അന്ന് എനിക്ക് ബീറ്ററും കാര്യങ്ങളൊന്നുമില്ലല്ലോ. വിസ്ക് വെച്ച് അടിച്ചും പിന്നെ മിക്സിയിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ ചെറിയ നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് കേക്കുകളൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിലോട്ട് എത്തുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഓർഡർ തരുന്നത് എൻ്റെ അണ്ണൻ തന്നെയാണ് മോൻ്റെ ബർത്ത്ഡേക്ക്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സിസ്റ്ററാണ്. അവളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടും അവളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചും ഒക്കെയാണ് ശരിക്കും എനിക്ക് ഓർഡർ കിട്ടിത്തുടങ്ങിയത്. പിന്നെ കഴിക്കുന്ന കസ്റ്റമർക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് അവർ റെഫർ ചെയ്ത് അവർ തന്നെ വീണ്ടും മേടിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത്രയും രീതിയിൽ വളർത്തിയെടുത്തത്. അത്ര വലിയ രീതിയൊന്നും ആയില്ലെങ്കിലും കുറച്ച് രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള ഓർഡറും കാര്യങ്ങളും എല്ലാം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കുറച്ച് നേരത്തേതിനേക്കാളും നല്ല രീതിയിൽ ബെറ്ററായി എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആവുന്നുമുണ്ട്. യൂട്യൂബ് നോക്കി പഠിച്ചാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ അതൊരു എന്നുവെച്ചാൽ ടേസ്റ്റ് കാണുമോ എന്നുള്ള രീതിയിലൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ എല്ലാവരോടും കോഴ്സ് അറ്റൻഡ് ചെയ്ത് എന്നാണ് പറയാറുള്ളത്. ശരിക്കും ഞാനങ്ങനെ ബേക്കിങ്ങിൻ്റെ ഒരു കോഴ്സോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. യൂട്യൂബ് നോക്കിയാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10-15 കേക്കൊക്കെ ഉണ്ടാക്കി വെറുതെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കുറേ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് ഈ നോസിലും വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കാനും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആദ്യമൊക്കെ ഈ ഒരു റോസറ്റ് ഫ്ലവർ മാത്രമായിരുന്നു എല്ലാം. എൻ്റെ മിക്ക ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ പേരെഴുതുന്ന പോലും അറിയത്തില്ല. ശരിക്കും എനിക്ക് പേരെഴുതാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. ഞാൻ ഈ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഒരുവിധം പേരൊക്കെ എഴുതി സെറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അന്നൊന്നും അങ്ങനെ ബേക്കിങ്ങിനെ പറ്റി പറഞ്ഞു തരാനോ ഒന്നും ഒരാളും ഇല്ലായിരുന്നു കേട്ടോ. റേറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. സിമ്പിളായിട്ട് എല്ലാവർക്കും കേക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.